നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം MLA കുറിച്ച് ആർക്കും എന്തും പറയും, എന്ത് തോന്നിയാസവും പറയും, എന്ത് തരം താഴ്ന്ന പരിപാടികളും കാണിക്കാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഒന്നും പറയരുത്, മിണ്ടരുത്, അതിനെക്കുറിച്ച് അനങ്ങുക പോലും ചെയ്യരുത്. രാഹുൽ മാങ്കൂട്ടം നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൽ ആർക്കും യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ ഇന്ന് രാഷ്ട്രീയ കേരളം സഭാതലത്തിലും തെരുവിലും സർക്കാരിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നയിക്കുമ്പോൾ ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ മാധ്യമങ്ങൾ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡോക്ടർ ബെറ്റി മോൾ മാത്യു ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് അഭിഭാഷകയും രംഗത്തെത്തിയിട്ടുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് നടത്തിയ ഇന്റർവ്യൂവും അതിനെ തുടർന്നുണ്ടായ ധാർമ്മികത ചർച്ചകളും വെറും പുകമറയാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. മാധ്യമ ധാർമ്മികതയും ഇരട്ടത്താപ്പും. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെള്ളപൂശാൻ ശ്രമിച്ചവർ പോലും ഇന്ന് മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് വാചാലരാകുന്നത് പരിഹാസ്യമാണെന്ന് ഡോക്ടർ ബെറ്റി മോൾ മാത്യു വ്യക്തമാക്കുന്നു. പൊതുസമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത ചില വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകളും ചാറ്റുകളും ചർച്ചയാക്കി മലയാളിയെ തളച്ചിടുന്നത് വലിയൊരു ധാർമ്മികതയാണ്. രാഹുലിനോട് ഒരു വാക്ക്, മൗനം വിദ്വാനുഭൂഷണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലിക്കേണ്ടത് ആരോഗ്യകരമായ അകലമാണെന്ന് ബെറ്റി നിർദ്ദേശിക്കുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള പോരാട്ടം രാഹുലിനെ കുറ്റമുക്തനാക്കില്ല. അഗ്നിശുദ്ധി തെളിയിക്കേണ്ടത് കോടതിയിലാണ്. സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനോടുള്ള പൊതുസമൂഹത്തിന്റെ വിയോജിപ്പാണ് രാഹുലിന് ഇപ്പോൾ കിട്ടുന്ന പിന്തുണ. അത് സ്വഭാവ സർട്ടിഫിക്കറ്റായി കാണരുത്. പ്രതിപക്ഷം കെട്ടിപ്പടുത്ത ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കുന്ന ഒരു ഉപകരണം മാത്രമായി രാഹുൽ മാറരുത്. ഡോക്ടർ ബെറ്റി മോൾ മാത്യുവിന്റെ കുറിപ്പും നോക്കാം. ഒരു ഇന്റർവ്യൂവും ഒരു മുഴുവൻ ധാർമ്മികതയും. ഹാഷ്മിയും രാഹുൽ മാങ്കൂട്ടം MLA ഇന്റർവ്യൂ വന്നതു മുതൽ നാനാതര മാധ്യമങ്ങളിലാകെ ധാർമ്മികതാ ചർച്ചകൾ കൊഴുക്കുകയാണ്. വണ്ടിപ്പെരിയാർ പോക്സോ കൊലപാതക കേസിലെ പ്രതിയെ കോർട്ടിടിയിച്ച് ചാനലിൽ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്ത അരുൺകുമാർ വരെ ഹാഷ്മിയുടെ അധാർമികതയിൽ രോക്ഷാകുലനാണ്. മാധ്യമങ്ങൾ ഒഴുക്കിവിടുന്ന ചർച്ചകൾ ഓരോന്നും എത്രത്തോളം ധാർമ്മികമാണ് എന്നത് അവർ തന്നെ ആലോചിച്ചു നോക്കട്ടെ. ധാർമ്മികതയെ നിർണ്ണയിക്കുന്ന ഒന്നാമത്തെ കാര്യം വിഷയത്തിൽ മെരിറ്റാണ്, സത്യസന്ധതയാണ്. പ്രസ്തുത വിഷയം പൊതുസമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്താണ്. പൊതുജീവിതത്തിലോ കലാരംഗത്തോ സാംസ്കാരിക രംഗത്തോ ഒന്നും പറയത്തക്ക സംഭാവനകൾ ഒന്നും നൽകിയിട്ടില്ലാത്ത കുറച്ചു വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകളും വ്യക്തിപരമായ ഇടപാടുകളും ചാറ്റുകളും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള തർക്ക വിതർക്കങ്ങളിൽ മലയാളിയെ കെട്ടിയിടാനുള്ള മാധ്യമ അജണ്ടയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ അധാർമികത. ആ അധാർമികത ഇന്നും മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുഖമുദ്രയായി കഴിഞ്ഞു. അതിനുമപ്പുറം മാധ്യമപ്രവർത്തകനായ ഹാഷ്മി രാഹുലിനെ വെള്ളപൂശാൻ ഇറങ്ങി മാധ്യമ ധാർമ്മിക അപകടങ്ങളിലാക്കി എന്നൊക്കെ വിലപിക്കുന്നവർ ഹാഷ്മി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ആർക്കുവേണ്ടി വിയർപ്പൊഴുക്കുന്നു എന്നത് തിരിച്ചറിയാത്തവരാണ്. ഹാഷ്മി ശബരിമല കൊള്ള, രക്തസാക്ഷി ഫണ്ട് കൊള്ള, ഈ ബ്രഹ്മഗിരി കൊള്ള, സഹകരണ കൊള്ള തുടങ്ങി അറ്റമില്ലാത്ത അഴിമതികളും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്ന ശക്തമായ സമരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ക്യാമറയും മൈക്കുമായി രാഹുൽ മാങ്കൂട്ടം എന്ന അതിജീവിതനെ തേടി ഇറങ്ങിയതെന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ക്യാമറയും മൈക്കും കണ്ടാൽ കൺട്രോളും പോകുന്ന അതിജീവിതൻ എനിക്ക് പറയാനുണ്ട് എന്ന ലൈനിൽ കത്തിക്കയറുമെന്നും അതിനെ തുടർന്നുള്ള മറുപടിയും വെല്ലുവിളിയും ഒക്കെയായി അതിജീവിതരും ഈ ആക്ടിവിസ്റ്റുകളും കവികളും അനുസാരികളും കളം നിറഞ്ഞാടുമെന്നും ഈ കരുനീക്കുന്നവർക്ക് നന്നായി അറിയാം. രാഹുൽ പക്ഷമോർ രാഹുൽ വിരുദ്ധപക്ഷം എന്നൊരു ബൈനറി തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈയെടുക്കുമ്പോൾ ദിനം പ്രതി പുതിയ അവതാരങ്ങൾ പിറവിയെടുക്കുകയാണ്. അവർക്കെല്ലാം വലിയ വിസിബിലിറ്റിയാണ് കിട്ടുന്നത്. നിങ്ങളിത് കണ്ടാൽ മതി എന്ന നിർബന്ധിത ബുദ്ധിയോടുകൂടിയാണ് മാധ്യമങ്ങൾ ഇവരുടെ പിന്നാലെ കൂടുന്നത്. വിവാദ നായകനെ പാർട്ടിയിൽ നിന്നും യഥാസമയം പുറത്താക്കിക്കൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തെ വീണ്ടും ഈ വിഷയത്തിലേക്ക് വലിച്ചിടുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് മറുഭാഗത്തിന് വിപണി ചെയ്യുന്നവരാണ്. ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിയെയും മറ്റും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത്? തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വത്തിന് പറ്റും, പക്ഷെ തന്നിലെ കോൺഗ്രസിനെ പുറത്താക്കാൻ ആർക്കുമാവില്ല എന്ന ഊറ്റം കൊള്ളുന്ന MLAയോട് പറയാനുള്ളത് ഇത് മാത്രം. താങ്കളുടെ ആ നിലപാടിനോട് നീതി പുലർത്തണമെങ്കിൽ തൽക്കാലം താങ്കൾ മാധ്യമങ്ങളിൽ നിന്നും ആരോഗ്യകരമായ അകലം പാലിക്കണം. കുറച്ചുകാലം മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ഒരു കോട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, നേട്ടമുണ്ടാവുകയും ചെയ്യും. മാധ്യമ വിചാരണ താങ്കളെ കുറ്റവിമുക്തനാക്കില്ല. ഈ വിഷയത്തിൽ താങ്കളുടെ പോരാട്ട ഭൂമി കോടതിയാണ്. അവിടെ ചെയ്യേണ്ടത് യഥാസമയം ചെയ്തത് അല്പകാലം ഒന്ന് മൗനത്തിലായിരിക്കുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്.